പ്രിയദർശിനി സൗജന്യ യാത്രയുടെ ആദ്യ ദിനം ഓർഡിനറി ബസ്സുകളിൽ വനിതാ യാത്രക്കാരുടെ വൻ വർധന. 6 ലക്ഷം യാത്രക്കാരുടെ വർധനയാണ് ഉണ്ടായത്. ഭീമമായ നഷ്ടമുണ്ടായെന്ന് ചൂണ്ടിക്കാട്ടി സമരത്തിനൊരുങ്ങുകയാണ് സ്വകാര്യ ബസ് ഉടമകൾ. സൗജന്യ യാത്ര ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണിച്ചില്ലെന്ന് കാട്ടി കണ്ണൂർ മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിയുടെ ഉദ്ഘാടന ദിവസമായ ഇന്നലെ KSRTC ഓർഡിനറി ബസ്സുകളിൽ യാത്ര ചെയ്ത സ്ത്രീകളുടെ എണ്ണത്തിൽ വൻ വർധന. ഇന്നലെ ഓർഡിനറി ബസ്സുകൾ ആശ്രയിച്ചത് 13,29,938 വനിതാ യാത്രക്കാർ. ഇതിനു മുമ്പുള്ള തിങ്കളാഴ്ച യാത്ര ചെയ്തത് 7,34,693 പേരായിരുന്നു. 5,95,245 വനിതാ യാത്രക്കാരുടെ വർധന. ഇന്നലെ സീറോ ടിക്കറ്റിൽ യാത്ര ചെയ്തത് 7,83,115 വനിതാ യാത്രക്കാർ. സീറോ ടിക്കറ്റ് ഇനത്തിൽ ചിലവായത് 1,59,56,801 രൂപയാണ്. 4,68,126 പുരുഷയാത്രക്കാരുടെ കുറവുണ്ടായി. മുഴുവൻ ബസ്സുകളിലും സൗജന്യ യാത്ര എന്ന പ്രഖ്യാപനം നടപ്പിലാക്കണമെന്ന് PK ശ്രീമതി. ഇനി KSRTC ബസ്സിലെ സൗജന്യ യാത്ര കൈപ്പറ്റുന്നവരുടെ കാര്യം സഹോദരിമാരാണല്ലോ, കുട്ടികളും പെൺകുട്ടികളും എല്ലാവരും. നല്ലത്, ഞങ്ങളതിനെ എതിർത്തിട്ടില്ല എന്ന് മാത്രമല്ല, ഞങ്ങളതിനെ സ്വാഗതം ചെയ്യുക തന്നെയാണ് ചെയ്തിട്ടുള്ളത്. സൗജന്യ യാത്ര നടപ്പിലാക്കിയതോടെ ഒരു ബസ്സിന് 2,000 രൂപ വരെ നഷ്ടമുണ്ടായെന്ന് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ. ഇന്നലത്തെ ഞങ്ങളുടെ നഷ്ടമെന്ന് പറയുന്നത് ഞങ്ങൾ ആവറേജ് സംസ്ഥാനം ഒട്ടാകെ എടുത്തപ്പോൾ ഒരു വണ്ടിക്ക് 2,000 രൂപയുടെ നഷ്ടം വരുന്നുണ്ട്. കാരണം യാത്രക്കാരില്ലാത്ത തന്നെയാണ് അതിനകത്ത് മെയിൻ കാര്യം. അപ്പോൾ ആ രീതിയിൽ ഞങ്ങൾക്കിത് മുമ്പോട്ട് കൊണ്ടുപോകാൻ എത്രമാത്രം പറ്റുമെന്നുള്ളതാണ് പ്രശ്നം. ഏത് രീതിയിലെങ്കിലും വന്നാൽ ഇത് മുമ്പോട്ട് എങ്ങനെ പോകുമെന്ന് ഞങ്ങൾക്കറിയില്ല. സർക്കാരിൻ്റെ ഖജനാവിലെ ഫണ്ട് എത്രമാത്രം ഉണ്ട്, എത്ര നാൾ ഇത് ഓടിക്കാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷേ അതിനു മുമ്പേ ഞങ്ങൾ നിന്ന് പോകും. സൗജന്യ യാത്രയുടെ ഉദ്ഘാടന ചടങ്ങിലേക്ക് കണ്ണൂർ മേയറെ ക്ഷണിക്കാത്തത് വിവാദങ്ങൾക്ക് വഴിവെച്ചു. കണ്ണൂർ മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. വനിതയായിട്ടും ഉദ്ഘാടനത്തിന് ക്ഷണിച്ചില്ലെന്നും കോർപ്പറേഷനെ തഴഞ്ഞെന്നുമാണ് പരാതി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.